ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേഴ്സാണ്. അതെ, ഇങ്ങനത്തെ ഒരു പേഴ്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ. കണ്ടോ, ഇങ്ങനത്തെ ഒരു പേഴ്സ് ഞാൻ ഉണ്ടാക്കാൻ പോണെയാണേ. അപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ അല്ലേ, അത് കാരണം പിന്നെ കുഴപ്പമില്ല. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഷീറ്റ് കളർ പേപ്പറാണ്. കളർ പേപ്പർ ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കളർ ചെയ്തെടുത്താൽ മതി. ഒരു A4 ഷീറ്റ് കളർ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഒരു ഷീറ്റ് കളർ പേപ്പർ എടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട അളവ് എടുത്ത് വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ട മെറ്റീരിയൽസാണ് കളർ പേപ്പർ, ഗ്ലൂ, സിസേഴ്സ്, അത്ര മതി. ഇനി ഞാനിത് ഇങ്ങനെ വെച്ച് മടക്കണം. നമ്മൾ ഇങ്ങനെ ആക്കി ഞാനിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡ് സെലക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി. ഈ ഷേപ്പിലാണ് കേട്ടോ വരണ്ടേ. പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏതായാലും ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഗ്ലൂ എടുക്കാം. ഗ്ലൂ വേണം. എന്നിട്ട് ഈ ഗ്ലൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇവിടെ ഇട്ടേച്ച് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഈസിയാണ്. ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോ ഈസി ക്രാഫ്റ്റാണ്. ഇപ്പം ഷർട്ടായി പോയി അതിലോട്ടെ. നമ്മൾ ഇതെടുത്തു. ഇനി ഞാനിത് വെച്ച് ഒരു തുള്ളി ഇങ്ങനെ വെച്ചല്ല ഇതിലിട്ട് കൊടുത്തേച്ച് ഇങ്ങനെ വട്ടം വരയ്ക്കണ പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. രണ്ട് സൈഡും അങ്ങനെ തന്നെ കാണിക്കണം. കണ്ടോ, ഇങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ മടക്കണം. കണ്ടോ, ഈ ഒരു സൈഡ് കാണിച്ചേക്കണം പോലെ രണ്ടാമത്തെ സൈഡും അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലൂ ഇടാത്ത ഒരു ഇത്തിരി ഭാഗം വെക്കണം. ഇങ്ങനെ ഈ ഒരു സൈഡ് ഉണ്ടോ, അങ്ങനെ ഈ സൈഡ് പോലെ അല്ല. നമ്മൾ എന്നിട്ട് ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഞാനെന്നും പറയണ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്, വൈറ്റ്നറാണ്. അപ്പോൾ വൈറ്റ്നർ എടുത്ത് ഡിസൈൻ വരയ്ക്കാം നമുക്ക്. കാരണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡിസൈൻ വരച്ച് വയ്ക്കണം. കുത്തുകളാട്ടോ ഞാൻ വരയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂ വരയ്ക്കാം, ഇല വരയ്ക്കാം, എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. ഈ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തത്. അപ്പം നമ്മുടെ ഈ ഒരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പേഴ്സ് റെഡി. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഹാർട്ട് സ്ക്വിഷീസ് ഇട്ട് വയ്ക്കാം. ഞാൻ ഹാർട്ടിൻ്റെ സ്ക്വിഷീസ് എല്ലാം വെച്ച് നിറച്ച് ഇങ്ങനെ മടക്കി ഇതാക്കി. ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ട് ആയി എങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.
അപ്പോൾ വേറെ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.